ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകം നമ്മൾ ആലോചിക്കണം. അത് എല്ലാവരുടെയും കണ്ണ് നനയിക്കുന്ന ഒരു സംഭവമാണ്. പാവപ്പെട്ട ഒരു കൂലിവേല പോകുന്ന ഒരാളിൻ്റെ മകനാണ്. സ്വന്തമായ ഒരു വീട് പോലും ഇല്ല. അത് ഒരു വാടകയ്ക്ക് താമസിക്കുകയാണ്. അവനെ മെനഞ്ഞാന്ന് അവൻ്റെ കൂട്ടുകാർ എന്ന് പറയുന്ന ആളുകൾ വന്ന് ഇവനെ പിടിച്ചുകൊണ്ട് പോയി. കൊല്ലാൻ കൊണ്ടുപോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വീട്ടുകാരും അറിയുന്നില്ല. പക്ഷെ വീട്ടുകാർ കാണുമ്പോൾ രാത്രി അവനെ അവശനായിട്ട് അവൻ്റെ അയൽ വീട്ടിൽ യവന്മാർ കൊണ്ടുവന്നാക്കിയിട്ട് പോയി. ഈ വീട്ടിൽ കൊണ്ടുവന്നില്ല, അയലത്ത് കുറച്ച് അല്പം ദൂരെയുള്ള ഒരു വീട്ടിൽ അവിടെ കൊണ്ടുവന്ന് അവനെ അവിടെ കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോയി. അവരാരാണ്ട് കണ്ട് മനസ്സിലാക്കി, അവൻ്റെ അവശത മനസ്സിലാക്കിയിട്ട് അവനെ എങ്ങനെയോ എന്നെ ഈ വീട്ടിലെത്തിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഒന്നേ പറഞ്ഞുള്ളൂ, എനിക്ക് തല വയ്യ എന്ന് പറഞ്ഞു മാത്രം. അതാണ് അവൻ്റെ അവസാനത്തെ സംഭാഷണം. കേട്ടോ, കിടന്നു അവൻ ഒമിറ്റ് ചെയ്തു. വലിയ ഹെഡ് ഇഞ്ചുറി ഉള്ളതുകൊണ്ടാണ് അകത്ത് അതായത് ബ്രെയിനിൽ അത്രത്തോളം നല്ല ഇഞ്ചുറി ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. വൊമിറ്റ് ചെയ്തു. അവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ ആശുപത്രി അത് കൊണ്ടുപോയി. അവിടുന്ന് അവർ റെഫർ ചെയ്തു നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവിടെ ചികിത്സയിലിരിക്കുക അവനെ ഇന്നലെ പുലർച്ചെ 2:30 മണിക്ക് മരണപ്പെട്ടു. യഥാർത്ഥത്തിൽ ഒരു കൊലപാതകമാണ്. പോലീസ് അതിനകത്ത് അന്വേഷണമൊക്കെ പെട്ടെന്ന് തന്നെ നടത്തിയിട്ട് 5 കുട്ടികളെ, അതായത് ഇവനെ ഉപദ്രവിച്ച 5 പേരെ കസ്റ്റഡിയിലെടുത്തു. പക്ഷെ അവരെ ജുവനൈൽസാണ്, അതായത് ജുവനൈൽ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നേ അവരെ പറയാൻ പറ്റുള്ളൂ. ഒരു അക്യൂസ്ഡ് പ്രതി എന്നവരെ വിശേഷിപ്പിക്കാൻ പോലും നമ്മുടെ നിയമം അനുശാസിക്കുന്നില്ല. അപ്പോൾ ജുവനൈൽ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആയതുകൊണ്ട് തന്നെ അവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കി അവരെ പോലീസുകാരെ തന്നെ അവരെ രക്ഷിതാക്കളുടെ ജാമ്യത്തിൽ അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ വന്ന് ഹാജരാകും. പോലീസ് അതിന് കൊലക്കുറ്റത്തിന് തന്നെ കേസെടുത്തിട്ടുണ്ട്. പക്ഷെ കൊലക്കുറ്റമായാലും ഇനി യവന്മാരെ ശിക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഇതെന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദൃക്സാക്ഷികളൊക്കെ ഈ സംഭവം കണ്ടവർ പറയുന്നുണ്ട്. യവന്മാര് ചേരി തിരിഞ്ഞ് അങ്ങ് അടിയായിരുന്നു. അവസാനം അടി ഏറ്റവും കൂടുതൽ കിട്ടിയത് ഈ ഷഹബാസിനാണ്. ഒരുപാട് അവൻ്റെ ദേഹമാസകലം അടിയാണ് മുഴുവൻ. തലയ്ക്കുള്ള പരിക്ക് കൂടാതെ തലയ്ക്ക് ഈ നഞ്ചക്കെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഈ കരാട്ടേക്കാർ എടുത്ത് വീശുന്ന ബ്രൂസ്ലിയൊക്കെ പണ്ട് വീശുന്ന നമ്മളൊക്കെ കണ്ട് നിൽക്കും. ആ സാധനം വെച്ച് തലയ്ക്ക് അടിച്ചതാണ്. ആ തല അത് അത്രത്തോളം വലിയ അടിയായിരുന്നു. അതാണ് അത്രയും വലിയ ഇഞ്ചുറി ഉണ്ടായത്. ആ പിതാവിൻ്റെ കണ്ണീര് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചാനലുകളിൽ ചോദിക്കുന്നത് കണ്ടു. പറഞ്ഞ 90% പോക്കാന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത്, ഇങ്ങനെ ആരെങ്കിലും ഒരു മനുഷ്യജീവൻ ഉപദ്രവിക്കുമെന്ന്. അതാണ് കുട്ടികളാണ് ഈ ചെയ്തേക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഈ ജുവനൈലിൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നൊക്കെ നമ്മൾ അവരെ പറയുമെങ്കിൽ പോലും അവര് ഇന്നത്തെ ഈ കുട്ടികൾ ഈ 15 വയസ്സുകാർ 16 വയസ്സുകാരെന്ന് പറയുന്നവരൊക്കെ ഉണ്ടല്ലോ, യുവാക്കളെ കഴിഞ്ഞ് അപ്പുറത്തെ മുതിർന്ന ആളുകളാണ്. ആ രീതിയിലാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ അവർക്ക് അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രകടമായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്.
അതിൻ്റെ ഒരു വലിയ കാര്യമാണിത്. അത് ഈ കോവിഡിൻ്റെ പീരീഡിന് ശേഷം പോസ്റ്റ് കോവിഡ് ആ പീരീഡ് ആയപ്പോഴത്തേക്ക് അത് കോവിഡിൻ്റെ വാക്സിൻ്റെ ഇതൊന്നുമല്ല, അല്ലാതെ തന്നെ അവരുടെ മനസ്സിൽ തന്നെ ഈ ദയ, ആർദ്രത, കരുണ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഇല്ലാതായി. ഒരുത്തിനെ എന്തുമാത്രം ഉപദ്രവിച്ചാലും അവർക്കത് പ്രശ്നമല്ല. ഉപദ്രവിക്കുമ്പോൾ അവൻ ഇങ്ങനെ കിടക്കുന്നു, അവന് വയ്യാതെ കിടക്കുകയാണ് വീണ്, അവനെ വന്നിട്ട് പിന്നെ ചവിട്ടുകയാണ് ഓരോരുത്തന്മാർ വന്നിട്ട്. ഉടനെ ചിലർ അവനെ പിടിച്ചു മാറ്റുമ്പോഴത്തേക്ക് വേറൊരുത്തം വന്നിട്ട് ചവിട്ടും എടുത്തിട്ട്. ആ രീതിയിൽ ഉപദ്രവിക്കാൻ, അതായത് യാതൊരു ദൈന്യതയും ഇല്ലാതെ സഹജീവികളെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി ഈ കുട്ടികളിലൊക്കെ കടന്നുപോയി. ഇതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോയാൽ അവിടെയൊക്കെ ലഹരിയുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഈ വിദ്യാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് തന്നെ ഈ ലഹരി സാധനങ്ങൾ, വസ്തുക്കൾ വിൽക്കുന്നവന്മാർ ഒരുപാട് പേര് സപ്ലൈ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇന്ന് പെൺകുട്ടികളുടെ ഇടയിലാണ് ഇത് വളരെ കൂടുതൽ. അതുകൊണ്ടാണ് ഈ നായ്ക്കുരുള്ള പൊടിയൊക്കെ വാരി ഓരോ ഒരു പാവപ്പെട്ട കുട്ടിയുടെ ദേഹത്തിട്ടത് കേട്ടോ. അതിൻ്റെ ജീവിതം തന്നെ പോയിരിക്കുകയാണ്. അതുപോലായി എന്ന് പറഞ്ഞ പോലാണ് ഇതിപ്പോൾ ഇത് നഷ്ടം ആർക്കാണ് ഉണ്ടായത്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, യവന്മാർ ഇത്രയും ഉപദ്രവിച്ചു, അവൻ അവിടുന്ന് എഴുന്നേറ്റ് വരാനെന്ന് നോക്കത്തില്ല, അവിടെ കിടന്നു. അവനെ എടുത്തു വെച്ച് നേരെ വണ്ടി കൊണ്ടുവന്നിട്ട് ഇവൻ വീട്ടിൽ കൊണ്ടുവന്നില്ല, അയലത്ത് കൊണ്ടുവന്ന് അവിടെ ഉള്ള ഒരു വീടിന് മുമ്പിൽ ഉപേക്ഷിച്ചിട്ട് അവന്മാർ കടന്നു കളഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് മെസ്സേജ്, ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, ഞാൻ കൊന്നിരിക്കും, ഇനി അവൻ്റെ കണ്ണുകൊണ്ട് അവൻ കാണത്തില്ല. ഇതാണ്. അന്നേരം എന്തെങ്കിലും ഒരല്പമെങ്കിലും പശ്ചാത്താപം ഈ ചെയ്തവനുണ്ടോ? അവൻ്റെ ശബ്ദ സന്ദേശം ഇപ്പോൾ എല്ലാം വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൻ്റെ ലൈഫ് മുഴുവൻ ഇതവൻ ഈ പഴി കേൾക്കണ്ടേ? ഇവൻ ഇങ്ങനെ ചെയ്തു പോയതാണ്, അവൻ്റെ ജീവിതകാലം മുഴുവൻ ഇത് കേൾക്കണ്ടേ? എൻ്റെ അഭിപ്രായത്തിൽ യവൻ്റെയൊക്കെ ഉണ്ടല്ലോ, ഈ അഞ്ചെണ്ണത്തിൻ്റെയും യവൻ്റെയൊക്കെ പേരൻസ്, അതായത് നമ്മുടെ ഇന്നലെ ഞാൻ പറഞ്ഞ നമ്മുടെ വിഷ്ണുപുരം ശേഖരൻ അദ്ദേഹം ചെയ്തതുമാതിരി വേണം ചെയ്യാൻ. എൻ്റെ മോൻ തെറ്റ് ചെയ്തു, എൻ്റെ മോൻ തെറ്റ് ചെയ്താൽ അത് തെറ്റല്ലാതാവത്തില്ല, തെറ്റാണ്, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തില്ല, അവൻ അതിൻ്റെ വരുംവരാഴികൾ അവൻ അനുഭവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ എടുക്കണം. അങ്ങനെയുള്ള ആളുകൾ വേണം പേരൻസിൻ്റെ ഇടയിൽ, അതാണ് വേണ്ടത്. അപ്പം ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ നോക്കും, ഇത്രത്തോളം കഠിനമായിട്ട് അത്ര അവൻ്റെ ദേഹം മുഴുവൻ ഇടിച്ച് നാശമാക്കിയിരിക്കുകയാണ്, മുഴുവൻ ചതച്ചു വെച്ചിരിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ ദേഹം. ഒരു മനുഷ്യജീവിയല്ലേ, കാണാൻ നല്ല ഒരു കുട്ടി കേട്ടോ. അത് പക്ഷെ എന്ത് ചെയ്യാനും പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ആ അച്ഛനും അമ്മയ്ക്കും ഇല്ലാതെ പോയില്ലേ? ഇത് മാത്രമോ? എന്നിട്ട് അതിന് അതായത് അങ്ങ് പറ്റിപ്പോയെന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു വീണ്ടും വോയിസ് മെസ്സേജ്. എന്നിട്ട് മറ്റേ ഇനി ഇതുണ്ടല്ലോ, ഈ വർത്തമാനം, അതായത് ഇത് എവിടുന്നൊക്കെ ഈ കുട്ടികൾ പഠിക്കുന്നത്? എവിടുന്നൊക്കെയാണ് ഇത് പഠിക്കുന്നത്? ഇത് പഠിക്കുന്നത് വേറെ എങ്ങൊന്നുമല്ല, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളില്ലേ. ഇപ്പോൾ നവകേരള സദസ്സ് നടത്താൻ പോയപ്പോൾ ചെടിച്ചട്ടി എടുത്ത് ഒരുത്തൻ്റെ തലക്കടിക്കുന്ന നമ്മൾ കണ്ടല്ലേ? ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കുക, അതായത് മണ്ണ് നിറച്ച ചെടിച്ചട്ടി അതെടുത്തിട്ട് തലയിലടിക്കുക. എന്നിട്ട് രാഷ്ട്രീയ നേതാക്കളെ പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ? DYFIയും എല്ലാവരും കേട്ടോ, കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും എല്ലാം പ്രസംഗിക്കുന്ന പ്രസംഗം എന്തുവാ? ഞങ്ങളെ കണ്ടാൽ നല്ല അടിച്ച് മണ്ട പൊട്ടിക്കും, അല്ലെ നിൻ്റെയൊക്കെ അങ്ങനെ ചെയ്തുകളയും, ഞങ്ങൾ കുത്തി കീറും, എല്ലാത്തിനെയും കൊന്നുകളയും, ചുട്ടുകളയും, ഇതൊക്കെയല്ലേ കേൾക്കുന്നത്. അപ്പം അവർക്കിത് പറയാമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ? അതാണ് അവർ ചിന്തിക്കുക. അവർ കണ്ടു പഠിക്കുന്നത് എവിടെയാണ്? അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛനും അമ്മയും പറയുന്ന വർത്തമാനമായിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ കാണുന്ന സമൂഹത്തിൽ അവൻ കാണുന്ന രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയക്കാർക്ക് ഈ ആളുകളെ നേരെ നയിക്കുന്നതിലൊക്കെ വളരെ വലിയ പങ്കുണ്ട്. പക്ഷേ ഇന്നത് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇന്നെല്ലാം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. അവനെ കൊന്നുകളയും, ഞങ്ങൾ വെച്ചേക്കത്തില്ല, വെട്ടി നിരത്തിക്കളയും, മറ്റേ ചെയ്തുകളയും. ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം, നിന്റെയൊക്കെ മക്കളുണ്ടല്ലോ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിന്റെയൊക്കെ കൊച്ചുമക്കൾ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ ഒരു ധാരണ വേണം. അതില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇവർ പഠിച്ചു വരുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ തന്നെയാണ്, കാണുന്നതാണ് സമൂഹത്തിൽ നിന്ന്. ആദ്യം വീട്, അവൻ്റെ വിദ്യാലയം, വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമൂഹം, അത് കഴിഞ്ഞേ ഉള്ളൂ സ്കൂള്. ഈ സമൂഹത്തിന് ഒരുപാട് ബാധ്യതകളുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് ശരിയാക്കുന്നതിലും അവരെ നേരെ നടത്തുന്നതിലും.
അത് നമ്മുടെ സമൂഹം നിറവേറ്റുന്നുണ്ടോ ആ ബാധ്യത? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഈ ഷഹബാസുമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. കേട്ടോ, അവരിങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ അച്ഛന് മകനില്ലാതെ പോയി, അതല്ലേ സംഭവിച്ചത്. അൾട്ടിമേറ്റ്ലി 10ാം ക്ലാസ്സിൻ്റെ സെൻഡ് ഓഫ് പാർട്ടിയാണ്. പാർട്ടി നടത്തിയപ്പോൾ പാട്ട് വെച്ചു കേട്ടോ, മൊബൈലിൽ നിന്ന്. ആ പാട്ട് വെച്ചപ്പോൾ ഇടയ്ക്ക് ആ മൊബൈലിന് എന്തോ ഒരു ഇത് പറ്റിയിട്ട് അതങ്ങ് നിന്നു പോയപ്പോൾ കുറേ പേര് കൂക്കി വിളിച്ചു, കളിയാക്കി. ഇതാണ് സംഭവം. പണ്ടൊക്കെ ഞാൻ പഠിക്കുമ്പോൾ കോളേജിലൊക്കെ ഒരുപാട് കൂവുമായിരുന്നു, ഇഷ്ടമാതിരി കൂവും. ഞാൻ കൂവാറില്ല, അത് എന്നെയൊക്കെ ഇഷ്ടം പോലെ കൂവിയിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കാനും അതുപോലെ ഈ മൂക്കോട്ട് കോമ്പറ്റീഷൻ ഇതിനൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ ഒരക്ഷരം പുറത്ത് കേൾക്കാൻ വയ്യാത്ത വിധത്തിൽ അവന്മാരിന്ന് പോവും. പക്ഷേ ഞങ്ങളത് ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ കൂവുകാരൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത കൂട്ടുകാരാണ്. ആ രീതിയിലാണ് ഇപ്പോഴും ഞങ്ങൾ പെരുമാറുന്നത്. ഞങ്ങൾ ഇപ്പോഴും ആ ബന്ധം അതുപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നതില്ല, ഇന്നത് ശത്രുതയിലേക്ക് പോവുകയാണ്. അതല്ല വേണ്ടത്. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ പോവുക, വിളിക്കുക, ചിരിക്കുക, കളിയാക്കുക, ഇതൊക്കെ ഉണ്ടാവും. ആ ഉണ്ടാവുന്ന അതൊന്നും സഹിക്കാൻ പഠിക്കണം, ക്ഷമിക്കാൻ പഠിക്കണം. ക്ഷമ എന്ന് പറയുന്നതൊന്നും ഇല്ലാതായി. അത് വീട്ടുകാർ നിർബന്ധമായിട്ട് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഒരുത്തൻ വന്ന് എന്നെ ഇങ്ങനെ കളിയാക്കി, സാരമില്ല മോനെ, അവൻ നിന്റെ കൂട്ടുകാരനല്ലേ, അവൻ അങ്ങനെ തോന്നി, അത് സാരമില്ല, കൂടെ പഠിക്കുന്നവരല്ലേ, ഇതൊക്കെ ഉള്ളതാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം എന്നൊന്ന് പറഞ്ഞു കൊടുക്കണം. അത്രയും ഒന്ന് പറഞ്ഞു കൊടുത്തോണ്ടല്ലോ, അന്നേരമേ അവൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു അലിവെങ്കിലും വരും. അത് വരുത്തണം. അതുപോലെ തന്നെ കുട്ടികൾ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്ന കണ്ടാൽ ശ്രദ്ധിക്കണം. അതും ആരും ശ്രദ്ധിക്കത്തില്ല, അതാ കുഴപ്പം. വളരെ ശത്രുത കാണിക്കും. അവനെ ഉണ്ടല്ലോ, അവനെ എൻ്റെ കൈ കിട്ടണേ ശരിയാക്കുമെന്ന് പറയും. എടാ, ഈ വർത്തമാനം പറയുന്നത് തെറ്റാണ്. ആ ധാരണ അങ്ങനെ അല്ല വേണ്ടത്. അപ്പം അവൻ നിന്നെ ഒന്ന് മാന്തി അല്ലെ ഒന്ന് ഞൂണ്ടി, ഇത്രയെല്ലാം ഉള്ളൂ. സാരമില്ല മോനെ, പോട്ടെ, അതിന് പരാതിയൊന്നും വേണ്ട, അവനെടുത്ത് നിന്ന് ചിരിച്ചു കാണിക്കുക, അതോടി തീരും. അതേ ഉള്ളൂ. വലിയ ശല്യം വരുന്നെങ്കിൽ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് നടക്കാൻ. അല്ലാതെ നമുക്ക് അതിന് വളം വെച്ച് കൊടുക്കരുത്, അവൻ്റെ വൈരാഗ്യം കൂട്ടി കൊടുക്കരുത്, അതിനെ കിൻഡിൽ ചെയ്ത് നമ്മൾ കൊടുക്കരുത്, കത്തിച്ചു കൊടുക്കരുത്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ ഈ മരണമൊക്കെ ഒഴിവാക്കാൻ ഇത് വേണം. റാഗിങ്ങുകൾ ഒഴിവാക്കാൻ സമൂഹവും നോക്കണം, മാതാപിതാക്കളും നോക്കണം, എങ്കിലേ പറ്റുള്ളൂ. ആ രീതിയിൽ തന്നെ വേണം പോകാൻ. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം.